പ്രകടന പത്രികകളിൽ തീരദേശത്തിന്റെ ആവശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരികയും ആ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞു വന്ന 42ഓളം കാര്യങ്ങൾ ഇതിനകം തന്നെ വേണ്ടപ്പെട്ട എല്ലാ ഭരണാധികാരികൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും നൽകിയിട്ടുള്ളതാണ്. അതേപറ്റി ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ആവശ്യങ്ങൾ 42ഉം ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക, അതിന് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവരെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തട്ടെ. എൻ്റെ വലതു സൈഡിൽ ഇരിക്കുന്നത് വെരി റെവറൻഡ് ഫാദർ ലാബ്രിനാണ്. തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികനാണ്. പോങ്ങുമൂട് ഇടവ വികാരിയാണ്. ഇതിന്റെയൊക്കെ കോർഡിനേഷൻ നടത്തുന്ന വ്യക്തി കൂടിയാണ്. കൂടാതെ ബ്രദർ സ്റ്റെല്ലസ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ പ്രസിഡന്റാണ്. റോബിൻസൺ ഫീഡസിന്റെ മെമ്പറാണ്. ദേവപ്രസാദ് ജോൺ ഡയറക്ടർ ജ്യോതി സിവിൽ സർവീസ് സൊസൈറ്റി അക്കാഡമിയുടെ ചെയർമാനാണ്. ബ്രൂണോ ഹാരിസൺ ഹോസ്റ്റൽ വെൽഫെയർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മെമ്പറുമാണ്. ഇത്രയും പേരാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഇന്ന് പ്രസന്റ് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതേപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടി ലാബറിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, തീരദേശ സമൂഹം വളരെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുക്കുവരുണ്ട്, മരക്കായരുണ്ട്, അഞ്ഞൂറ്റിക്കാരുണ്ട്, പരവരുണ്ട്, തീവരരുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ഉപസമൂഹങ്ങൾ ഒത്തിരിയേറെ തീരദേശ സമൂഹത്തിലുണ്ട്. ഇവർ വളരെ ഒരു നങ്കൂരമില്ലാത്ത, പിന്നോക്കാവസ്ഥയിൽ നങ്കൂരമില്ലാത്ത ഒരു സ്ഥിതിയിലാണ്. നമുക്കറിയാം, മുതലപ്പൊഴി, തോട്ടപ്പള്ളി, വിഴിഞ്ഞം മുതലായ തുറമുഖങ്ങളും കാലാവസ്ഥ വ്യതിയാനം, അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതികൾ, മണൽ ഖനനം, ധാതു ഖനനം, തീരശോഷണം, കപ്പൽ അപകടങ്ങൾ ഇവപോലെയുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ഇതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം. പ്രത്യേകിച്ച് മത്സ്യത്തിൻ്റെ സ്വാഭാവിക ആവാസ ഇടങ്ങൾ പോലും ഈ വികസനത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ നശിപ്പിക്കപ്പെട്ട് ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ വളരെ പട്ടിണിയിലാണ് ഈ സമൂഹങ്ങളൊക്കെ ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി VSSC, വിഴിഞ്ഞം എയർപോർട്ട്, അന്താരാഷ്ട്ര എയർപോർട്ട്, വേളി ഇൻഡസ്ട്രിയൽ പാർക്ക്, തുമ്പ ഇൻഫ്ര പാർക്ക്, ടൈറ്റാനിയം ഇവപോലെയുള്ള വികസനത്തിന് വേണ്ടി തങ്ങളുടെ വീടും കിടപ്പാടവും ഒക്കെ നൽകി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായി ഇവരുടെ വീടും കിടപ്പാടവും വിട്ടുകൊടുത്തവരാണ്. പ്രത്യേകിച്ച് തീരശോഷണം വഴി ഇവരുടെ പട്ടയഭൂമി പോലും ഇന്ന് ഇല്ലായ്മ, കടലിനടിയിലാണ് ഇന്ന് കിടക്കുന്നത്. സർക്കാർ ചിലതൊക്കെ ചെയ്തെങ്കിലും അവർ ഇപ്പോഴും പുറന്തള്ളപ്പെട്ട ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ 859 ആളുകൾ താമസിക്കുമ്പോൾ ഈ തീരദേശത്ത് 3 ഇരട്ടി ആൾക്കാരാണ് താമസിക്കുന്നത്. ഏഷ്യയിലെ രാജ്യങ്ങളിൽ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത്. ഈ കരിങ്കുളം പഞ്ചായത്തും ഈ തിരുവനന്തപുരം ജില്ലയുടെ ഉള്ളിലാണുള്ളത്. അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനകളൊക്കെ ഒരുമിച്ച് കൂടി ഇവരുടെ അവകാശങ്ങളും നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ പലർക്കും നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് UDF, LDF, NDA ഇതിൻ്റെ കൺവീനർമാർക്കും
ഈ ഓരോ മുന്നണിയിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്, CPM, BJP ഈ നേതാക്കന്മാർക്കും പ്രതിപക്ഷ നേതാവിനും നമ്മുടെ മുഖ്യമന്ത്രിക്കുമാകെ നൽകിയിട്ടുമുണ്ട്. ഞങ്ങൾ നൽകിയ ആ നിർദ്ദേശങ്ങളുടെ ഒരു ചെറിയ വിവരണം അടുത്ത് മിസ്റ്റർ ദേവപ്രസാദ് അവർ അവതരിപ്പിക്കുന്നതായിരിക്കും. ഒപ്പം സ്റ്റെല്ല സവർണം.